ഇങ്ങനത്തെ പ്രൊഡക്റ്റ് എല്ലാം UP ഡൽഹി ഭാഗത്തുനിന്ന് വരുന്ന സാധനങ്ങളാണ്. ഇത് മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനം ശിവാശി ഐറ്റത്തിൽ നിന്ന് വ്യത്യസ്തമായുള്ള സാധനമാണ്. ഇങ്ങനത്തെ ഈ വലിപ്പമുള്ള ഐറ്റംസൊക്കെ വളരെ അപൂർവമായിട്ടുള്ളതാണ്. കോഴിക്കോട് ഇപ്പോൾ ഞങ്ങൾ മാത്രമേ ഇത് സെയിൽ ചെയ്യുന്നുള്ളൂ. ഹലോ ഫ്രണ്ട്സ്, ഞാനുള്ളത് കോഴിക്കോട് വെല്ലിയങ്ങാടിയിലാണ്. വെല്ലിയങ്ങാടിയിലുള്ള ഒരു പടക്കക്കട വിസിറ്റിംഗ് ആണ് നമ്മുടെ മെയിൻ പ്ലാന്. കട ഏതാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. നമ്മുടെ സൈത്തേട്ടൻ്റെ PK നായർ ആൻഡ് OS ചന്ദ്രൻ എന്ന് പറഞ്ഞ കടയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് കടയിൽ പോവാം. നമ്മൾ വെല്ലിയങ്ങാടിയിലെ PK നായർ ആൻഡ് OS ചന്ദ്രൻ എന്ന സ്ഥാപനം പടക്കപ്പീടിയാണ്. എത്രയോ വർഷങ്ങളായിട്ട് നടത്തപ്പെടുന്നു. ഏകദേശം 180 വർഷമായി ഈ സ്ഥാപനം. ഈ ഒരു സ്ഥാപനം നടത്തുന്നതിലെ 4ാമത്തെ തലമുറയാണ്. എൻ്റെ പേര് സജിത്ത് ആണ്. നമ്മളിവിടെ ഏകദേശം ഒരു 35ഓളം വലിയ കമ്പനികൾ അതിൽ ഡീൽ ചെയ്യുന്നുണ്ട്. ഐഎൻസ്, സുപ്രീം, ബിഗ് ഫയർവർക്സ്, എലിഫൻറ്റ്, ഫ്രണ്ട്സ്, മെർക്കുറി, സുപ്രീം, രമേശ് സ്പാർക്ലേഴ്സ്, രാജശേഖരൻ സ്പാർക്ലേഴ്സ്, അങ്ങനെ കുറേ വ്യത്യസ്തമായ ഐറ്റം ഡീൽ ചെയ്യുന്ന പല കമ്പനികളുമായിട്ട് ഞങ്ങൾ ഡീലിംഗ് ആണ്. അത് ഞങ്ങൾ വ്യത്യസ്തത കൊണ്ടുവരണമെന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഇത്രയും കമ്പനീസ് ഒരു ഷോപ്പിൽ തന്നെ ഞങ്ങൾക്ക് ഇറക്കാൻ വേണ്ടി സാധിക്കുന്നത്. സ്ഥാപനം 365 ദിവസവും പടക വിൽപ്പന ഉള്ളതാണ്. നമുക്ക് പ്രധാനമായിട്ടും ഒന്ന് വിഷുവാണ്. കൂടാതെ ദീപാവലി, ക്രിസ്മസ്, ന്യൂ ഇയർ, വിവാഹ പരിപാടികൾ, അതേപോലെ തന്നെ പിറന്നാൾ പരിപാടികൾ, മറ്റുള്ള സമുദായ പരിപാടികൾ, പാർട്ടി പരിപാടികൾ, ഇതിനൊക്കെ പടകം ഇവിടെ നല്ല രീതിയിൽ ചിലവുള്ള ഒരു സ്ഥാപനമാണ്. പലരും ഇത് കേന്ദ്രീകരിച്ചിട്ട് ഇവിടെ കിട്ടും എന്നൊരു പ്രതീക്ഷ ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും ഇവിടേക്കാണ് എത്തിപ്പെടുക. ടൗണിൻ്റെ ഉള്ളിലായതുകൊണ്ടും ഏറ്റവും എളുപ്പത്തിൽ വന്ന് വാങ്ങിപ്പോകാൻ സൗകര്യമുള്ള ഒരു സ്ഥലം കൂടി ആയതുകൊണ്ട് എല്ലാവരും ഇവിടേക്കാണ് അധികം എത്തിപ്പെടുക. ഇങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികൾക്ക് പോലും ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിപ്പോകുന്നതാണ് പലപ്പോഴും കാണപ്പെടുന്നത്. മെയിനായിട്ട് വിഷു ആണെങ്കിൽ കൂടിയും നമുക്ക് ദീപാവലി, ക്രിസ്മസ്, ന്യൂ ഇയറിനൊക്കെ ഞങ്ങൾ ഏകദേശം ഒരു മണി 2 മണി വരെയാണ് അടയ്ക്കുന്ന സമയം. വിഷു സമയം ഇപ്പോൾ ഈ വർഷം വിഷുവും പെരുന്നാളും അടുപ്പിച്ച് വന്നതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഒരു 1.5 മാസമായിട്ട് കണ്ടിന്യൂസ് എല്ലാ സൺഡേയും തുറക്കാറുണ്ട്. രാവിലെ 9 മുതൽ വൈകിട്ട് 9 മണി വരെയാണ് നമ്മൾ സമയം. വിഷു അടുക്കുന്തോറും അതിന് ചെറിയൊരു മാറ്റങ്ങൾ വരും. കൂടുതൽ സമയം ഞങ്ങൾ ഇരിക്കാൻ നിർബന്ധിതരാവാറുണ്ട് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം. എല്ലാ വർഷവും ദീപാവലിക്കാണ് പുതിയ മോഡൽസ്, പുതിയ സാധനങ്ങളൊക്കെ ഇറങ്ങുക. ഈ വർഷം ഇറങ്ങിയ ദീപാവലിക്ക് ഇറങ്ങിയ സാധനങ്ങളാണ് വനിതേൻ്റെ റൈസിങ് എഫക്റ്റ് പറഞ്ഞത്. 6 പീസാണ്. മുകളിൽ പോയി പൊട്ടി ചതറി കളർ വിരിയുന്ന ടൈപ്പ് സാധനമാണ്. 6 പീസ് ഉണ്ടാവും. ഇതേപോലത്തെ ഐറ്റം ചെറുത് മുതൽ വലുത് വരേണ്ട ഏകദേശം ഒരു 5 പീസ് വരുന്ന പാക്കറ്റിന് 60 രൂപ മുതൽ ഏകദേശം ഒരു 300-350 രൂപ വരെയുള്ള സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. അധികവും ഈ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഫാൻസി ഐറ്റംസ് ഇറങ്ങിയത് ഈ ഒരു 2-3 വർഷമായിട്ടാണ്. അതിലിറങ്ങിയൊരു ഐറ്റം, ഒരു ട്രെൻഡാണിത്. ടെഡീസ്, KJ പോട്ട്, അതേപോലെ തന്നെ നാനോ പോട്ട്, ഇതൊക്കെ ചെറിയ മേശപ്പ് മുതൽ പല വലിപ്പമുള്ള മേശപ്പ്, പല കളേഴ്സിൽ. ഒരു പാക്കിൽ തന്നെ 5 പീസ് 6 പീസ് ഉണ്ടാവും. 6 പീസാണ് 6 കളേഴ്സിൽ 6 ഫംഗ്ഷൻ ആയിരിക്കും. ആ രീതിയിൽ ഇറങ്ങുന്ന കുറേ വെറൈറ്റി ഐറ്റംസ് ഈ പ്രാവശ്യം കൂടുതൽ വന്നിട്ടുണ്ട്. പല കമ്പനീസായിട്ടും വനിത ഇറക്കിയിട്ടുണ്ട്, ഫ്രണ്ട്സ് ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ കുറേ കമ്പനീസ് അതിൻ്റെ ഒരു വ്യത്യസ്തമായ കളേഴ്സിൽ നമുക്ക് മനസ്സിൽ തൃപ്തി വരുന്ന രീതിയിലുള്ള ഫംഗ്ഷനാണ് അവരത് വന്നിട്ടുള്ളത് അല്ലേ? ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് എങ്ങനെയാണ് വരുന്നത്? ഇതിൽ ഏകദേശം ഒരു 90 രൂപ മുതൽ 5 പീസിന് 90 രൂപ മുതൽ ഏകദേശം ഒരു 350 രൂപയോളം ഐറ്റംസ് പല വലുപ്പത്തിനനുസരിച്ചാണ് അതിൻ്റെ റേറ്റ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ? നമ്മുടെ ഗുജറാത്തി ടൈപ്പ് ഫ്ലവർ പോട്ടാണത്. ഗുഡിയ അല്ലേ? ഗുഡിയ. ഇതെല്ലാ സൈസും ഉണ്ടല്ലേ? ചെറുത് സ്മോൾ മുതൽ ഇതെങ്ങനെയാ പ്രൈസ് റേഞ്ച് വരുന്നത് സൈതട്ടാ? ഇത് ഏകദേശം ഒരു 180 രൂപ മുതൽ സ്റ്റാർട്ടിങ് ഏകദേശം 350-400 രൂപ വരെയുള്ള ഐറ്റംസ് ഉണ്ട്. ഒരു ബോക്സിൽ 6 പീസ് മുതൽ സിംഗിൾ പീസ് വരെയുള്ള ഐറ്റംസ്. ഇതൊക്കെ ഏറ്റവും വലിയ ഒരു പുതിയ മോഡലാണ്. സിംഗിൾ പീസ് വലിയ ക്ഷേത്രത്തിലേക്കും ചർച്ചിലേക്കും ഒക്കെ കൊണ്ടുപോകാവുന്ന സാധനങ്ങളാണല്ലേ. ഇതേപോലെ തന്നെ കമ്പിത്തിരികളിൽ 1-2 വെറൈറ്റി വന്നിട്ടുണ്ട്. അതിലൊരു വെറൈറ്റിയാണ് അംബ്രല സ്പാർക്ലേഴ്സ് പറഞ്ഞിട്ട്. ഇതേപോലെ 2 കമ്പനി, ഒന്ന് രമേശിൻ്റെ ഉണ്ട്, ഒന്ന് ഓൾ ഫയർവർക്സ് പറഞ്ഞ അവരുടെ കമ്പനീൻ്റെ ഉണ്ട്. ഏകദേശം ഒരു 150-200-250 രൂപ വരെയുള്ള ഐറ്റംസ് അവർ ഇറക്കിയിട്ടുണ്ട്. അത് നല്ല പുതിയൊരു വെറൈറ്റി സാധനമാണ്. 30 സെൻറ്റിമീറ്ററിൽ വരുന്ന ഒരു ഐറ്റമാണ്. നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് എങ്ങനെയാണ് വരുന്നത്? ഇത് സ്റ്റാർട്ടിങ് 5 രൂപ മുതലുള്ള കമ്പിത്തിരികൾ ഇവിടെ അവൈലബിൾ ആണ്.
ഏകദേശം ഒരു 10-60 രൂപ വരെയുള്ള ഐറ്റംസ് ഇവിടെ വിൽക്കുന്നുണ്ട്. പിന്നെ കൂട്ടത്തിൽ 5 കളേഴ്സ് ആയിട്ട് ഫാമിലി പാക്ക് പോലെ ഐറ്റം വരുന്നുണ്ട്. ഏകദേശം ഒരു 100, 120, 150, 200 വരെ പോകുന്ന വിലയിൽ വരുന്ന ഐറ്റംസും അങ്ങനെ അവൈലബിൾ. ഇവിടെ 5 സെന്റിമീറ്ററിലാണോ സ്റ്റാർട്ട് ചെയ്യുന്ന? അതെ, 5 സെന്റിമീറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് 50-75 സെന്റിമീറ്റർ. അതെ, 75 സെന്റിമീറ്റർ വരെയുള്ള ഐറ്റംസ് കിട്ടുന്നുണ്ട് അല്ലേ? മെയിൻ ആയിട്ട് ബ്രാൻഡുകൾ ഏതൊക്കെയാണ് വരുന്നത്? നമുക്ക് രമേശ് ഉണ്ട്, രാജശേഖരൻ സ്പാർക്ലേഴ്സ് ഉണ്ട്, 2-3 കമ്പനീസ്, വ്യത്യസ്തമായിട്ടുള്ള കമ്പനീസ് ഉണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ അംബ്രല്ല അല്ലേ കാണുന്നത്? ഓക്കെ, ഇതിങ്ങനെ കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറങ്ങുന്ന ഫംഗ്ഷനിൽ വരുന്നല്ലേ? അതെ അതെ അതെ, ഇവിടെ കത്തിക്കുക. ഓക്കെ, ഇവിടെ കത്തിച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ തിരിയുന്നു, ഫുള്ളായിട്ട് കറങ്ങും അല്ലേ? ഓക്കെ. ഈ വർഷം ഇതേപോലെ തന്നെയാണ് ഫ്ലവർ പോട്ട്സിൽ സാധാ ഫ്ലവർ പോട്ട് ഉള്ളതെങ്കിൽ കൂടിയും കൂടുതൽ വ്യത്യസ്തമായിട്ട് മൾട്ടി കളേഴ്സ് വിത്ത് ക്രാക്കിംഗ് ടൈപ്പ് സാധനങ്ങളുണ്ട്. അതിൽ ഒരു ഐറ്റമാണ് മോണോ ട്രൈ കളർ. അതേപോലെ തന്നെ വേറെ കമ്പനീൻ്റെ റോക്സ്, അങ്ങനെ കുറേ കമ്പനീസ് ഇത് ഇറക്കുന്നുണ്ട്. ഏകദേശം ഒരു 150 മുതൽ 300-400 റുപ്യ വരെയുള്ള ഐറ്റംസും, കൂടാതെ 10 പീസ്, അതൊക്കെ 5 പീസാണെങ്കിലും 5-10 പീസ് വരുന്ന ഇതേപോലത്തെ ഫാമിലി പാക്ക് പോലെ വരുന്നുണ്ട്. ഏകദേശം ഒരു 800 റുപ്യ വരെ റേറ്റ് വരുന്ന സാധനങ്ങളും ഇതേപോലെ അവൈലബിൾ ആണ്. പല ടൈപ്പ് കളേഴ്സിൻ്റെ പല കളേഴ്സാണ് വിത്ത് ക്രാക്ലിംഗ് ഐറ്റംസ് വരുന്നത്. മറ്റൊരു വെറൈറ്റിയാണ് ഈ പീകോക്ക് ഫെതേഴ്സ്, പീകോക്ക് ഫ്ലവേഴ്സ് ഒക്കെ പറയുന്നത്. അതിൽ ഒരു ഐറ്റമാണ് ഈ പീകോക്ക് ഫെതേഴ്സ്. നല്ല ഗോൾഡൻ കളറിൽ ചുരുങ്ങിയ റേറ്റിന് കിട്ടുന്ന ഒരു ഐറ്റമാണ്. 6 പീസ് ഉണ്ടാവും. അതേപോലെ സിംഗിൾ ആയിട്ട് മയിൽ വിടരുന്ന പോലെ ഒരു ഐറ്റമാണ്. ഇതിലും 2-3 ഐറ്റംസ് പല കമ്പനി ആയിട്ട് ഇറക്കുന്നുണ്ട്. പല സൈസിലും വരുന്നുണ്ട്. വിത്ത് ക്രാക്ലിംഗ് ഉണ്ട്, വിത്ത് ഗിൽട്ടറിംഗ് ടൈപ്പ് ഉണ്ട്, ഗോൾഡൻ മൾട്ടി കളേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഏകദേശം ഒരു 90 റുപ്യ മുതൽ മുകളിലേക്ക് ഉള്ള റേറ്റ്, 200-300 റുപ്യ വരെയുള്ള ഐറ്റംസ് അവൈലബിൾ ആണ്. ഇതാണ് ഇപ്പോൾ പറഞ്ഞ ഗോൾഡൻ അല്ലേ? ഇതിൽ കളറും വരുന്നുണ്ടല്ലോ അല്ലേ? ഓ, അതിൽ കളറാണ് ഈ ടൈപ്പ് സാധനം. ഇത് രണ്ടും സെയിം പ്രൈസാണ് വരുന്നത് അല്ലേ? അതെ, സെയിം പ്രൈസാണ്. ഇപ്രാവശ്യം വന്നതിൽ ഗവൺമെൻറ് റൂൾ പ്രകാരം പുക കുറയ്ക്കണമെന്നൊരു പ്രത്യേക നിർദ്ദേശമുള്ളതുകൊണ്ട് ചില കമ്പനികൾ അത് പ്രത്യേക, ഇപ്പോൾ രമേശ് പോലത്തെ കമ്പനികൾ ഇറക്കിയ സാധനമാണ് നാനോ. ഈ ടൈപ്പ് കമ്പിത്തിരിയിൽ പുക കമ്മിയാവും, അതേ തന്നെ വെയിറ്റ് കമ്മിയാണ്. അങ്ങനത്തെ ഒരു വെറൈറ്റി. സാധാ കമ്പിത്തിരി കത്തുന്ന അതേ എഫക്റ്റ് ആണെങ്കിൽ കൂടി പുക വളരെ കുറച്ചിട്ടുള്ള സാധനമാണ്. ചെറിയൊരു വേരിയേഷൻ മാത്രമേ. പുതിയ റേറ്റ് ആണല്ലേ? അതെ അതെ. ഏതൊക്കെ സെന്റിമീറ്ററുള്ള സൈസ്? 10 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ, 15 സെന്റിമീറ്ററിൽ അവൈലബിൾ ആണത്. പാക്കിംഗ് തന്നെ ഒരു പ്രത്യേക സ്റ്റൈലിലാണ്, കാണാനുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള ഒരു ഐറ്റമാണ് ഫാൻസി ഐറ്റംസ്. ഏറ്റവും കൂടുതൽ സ്കൈ ഷോട്ട്സ്, അതിൽ പ്രധാനപ്പെട്ട ഐറ്റംസ് ആണ് ഇതിൽ വെറൈറ്റീസ്. ഇതിൽ സ്റ്റാർട്ടിങ് വരുന്നത് ഈ സൈസ് മുതൽ മുകളിലേക്കാണ്. ചോട്ടാ ഫാൻസി അടക്കം ഒന്നും തന്നെ 2 ബോൾസ് പോയി പൊട്ടുന്നത്. 2 ബോൾസ് 2 കളേഴ്സ് ആയിരിക്കും. ഇത് സിംഗിൾ തന്നെ ഏറ്റവും വലിയ കുറ്റിയുള്ള ടൈപ്പ്. അങ്ങനെ പല മോഡൽസും പല കമ്പനീസിൻ്റെ ഇറക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള ഒരു ഫാൻസി ആയിട്ടാണ് ഈ കളർ കളക്ഷൻ പറഞ്ഞ ഐറ്റം. 5 പീസ് ഉണ്ടാവും, 5 കളേഴ്സ്, വ്യത്യസ്തമായിട്ടുള്ള കളേഴ്സ് വിരിയുന്ന പല കമ്പനി ഇറക്കുന്നുണ്ട്. ഏകദേശം എനിക്ക് ഒരു 30 റുപ്യ മുതൽ മുകളിലേക്ക് ഏകദേശം ഒരു 600, 700, 1000 റുപ്യ വരെയുള്ള സാധനങ്ങൾ, ഷോട്ടുകൾ അവൈലബിൾ ആണ്. മൾട്ടി ഷോട്ടുകൾ ഏതൊക്കെയാണ്? മൾട്ടി ഷോട്ട് 15 ഷോട്ട് മുതൽ 30, 60, 120, 240, 500 വരെ ഷോർട്സ് ഉണ്ട്. പല കമ്പനീസിന്റെ റേറ്റിനനുസരിച്ചുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അതിൽ വരുന്നുണ്ട്. ഏകദേശം ഒരു 250, 120, 150 അങ്ങനെ മുകളിലേക്കാണ്. ഏകദേശം ഒരു 4000 ചില റുപ്യ വരെയുള്ള ഐറ്റംസ്. അതേപോലെ തന്നെ സ്കൈ ഷോട്ടിലെ വേറൊരു വെറൈറ്റി ആണ് പർപ്പിൾ കളറിൽ എല്ലാ കമ്പനി ഇറക്കുന്നില്ല, പക്ഷെ ബിഗ് കമ്പനീൻ്റെ ഉണ്ട്. അതേപോലെ തന്നെ ബ്ലൂ, ആ ബ്ലൂ മാത്രമാണ് 130 ഷോട്ട്, 40 ഷോട്ട്. പർപ്പിൾ കളറിൽ 30 ഷോട്ട്. അത് ഈ അധികവും ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവത്തിനൊക്കെ അധികം ആളുകളും കൊണ്ടുപോകുന്ന റേറ്റ് ആണ്. അത് എത്രയാണ് വരുന്നത്? 120 ഷോട്ടാണ് അത്, അല്ലെങ്കിൽ അത് 1000 റുപ്യ മുതൽ മുകളിലേക്ക് വരുന്നുണ്ട്. 120 അല്ല, 30 ഷോട്ട് മുതൽ മുകളിലേക്ക് വരുന്നുണ്ട് അല്ലേ? ഷോട്ടുകളാണ് ഉത്സവത്തിനൊക്കെ കൊണ്ടുപോകുന്ന ഐറ്റംസ്. സെറ്റ് ഔട്ട് പറയും. അതിൽ ഇതാ 12 ഷോട്ട് വനിതേൻ്റെ ഫോഴ്സ് പറയുന്ന. അത് തന്നെ ബിഗിൻ്റെ ബ്ലോക്ക് ബസ്റ്റേഴ്സ് 30 ഷോട്ടാണ്. 25 ഷോട്ട് ഓരോ സെല്ലിനനുസരിച്ച് 2.5 ഇഞ്ച് സെല്ലാണ്. 25 ഷോട്ട്സ് വരുന്നുണ്ട്. 5x10 5 ഒരുമിച്ച് പോയിട്ട് 10 പ്രാവശ്യം പൊട്ടുന്ന ഒരു വെറൈറ്റി സാധനമാണ്. ഇപ്പൊ അധിക ക്ഷേത്രങ്ങളിലൊക്കെ കാണാം 5x10. പിന്നെ ബാലാജീൻ്റെ 50 ഷോട്ട്സ് ഉണ്ട്. ഇതൊക്കെ 2, 2.5 ഇഞ്ച്, 3 ഇഞ്ച്, 3.5 ഇഞ്ച് അങ്ങനെയുള്ള ഇഞ്ചസിലാണ് ഇതൊക്കെ വരുന്ന. ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു ഐറ്റാണ്. ഒരു ബോക്സ് തന്നെ 10 കളേഴ്സ് ഉണ്ടാവും.
വിത്ത് ക്രാക്ലിംഗ് ഉള്ളതുണ്ട്. അങ്ങനെ പല ഐറ്റംസും ഇതിൽ വരുന്നുണ്ട്. ഇതിന്റെ റേഞ്ച് എങ്ങനെയാണ് വരുന്നത്? ഇതിലും ഏകദേശം ഒരു 2000, 3000 അങ്ങനെ മുകളിലേക്ക് ഒരു 7000, 8000 രൂപ വരെയുള്ള സെറ്റ് ഔട്ട് അധികം പോകുന്നൊരു. അതെ അതെ, അധികം പോകുന്നത്. അത് സെല്ലിനനുസരിച്ചുള്ള റേറ്റിന്റെ വ്യത്യാസം. ഞാൻ പറഞ്ഞല്ലോ 12 ഷോട്ട് ഉണ്ട്, 25 എണ്ണം ഉണ്ട്, 50 എണ്ണം ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു വ്യത്യസ്തമായുള്ള വില അതിലുണ്ടാവും. പെൻസിലിന്റെ ഐറ്റംസ് ഏതൊക്കെയാണോ? ഇതിപ്പോ വനിതേന്റെ ഒരു പെൻസിൽ വരുന്നത്. ഇത് വനിത പുതിയ ആയിട്ട് ഇറക്കിയ സാധനം. ഇത് നൈറ്റ് എന്ന് പറഞ്ഞിട്ടില്ല. എങ്ങനെ ക്രാക്ലിംഗ് ടൈപ്പ് ആണോ അല്ലെങ്കിൽ ഒരു മറ്റേ കളർ വേർഷൻ ആണ് വരുന്നത് അല്ലേ? വനിതേന്റെ തന്നെ പിന്നെ വേറെ ഏതൊക്കെയാ വരുന്നത്? പിന്നെ വനിതേന്റെ ഒരു 2 കളറിൽ വരുന്നുണ്ട്. കുറച്ച് ടൈം കൂടുതൽ കിട്ടും, ടൈമിങ് കൂടുതലുള്ള ലെങ്ത് ഉള്ള പെൻസിൽ. ലെങ്ത് കുറച്ച് സമയം ഉണ്ടാവും. കുറച്ച് ടൈം 50 സെന്റ് ഉണ്ട് തോന്നുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ ഏതൊക്കെയുള്ളത്? പിന്നെ സുപ്രീം ബ്രാൻഡിന്റെ റെഡ് ടോപ്സ്. ചോപ്പ് കളർ ആവുന്നു. ഇത് ചോപ്പ് മാത്രം. ഇത് 5 ബോക്സ് ഇറങ്ങുന്നല്ലേ? ഒരു ബണ്ടിൽ 5 ബോക്സ്. ഒരു ബണ്ടിൽ 5. വേറെ ഏതൊക്കെയുള്ളത്? പിന്നെ വരുന്നത് ഇത് ക്രാക്ലിംഗ് ടൈപ്പ് 2 പീസ്. പോപ്കോൺ എന്നൊക്കെ പറയാം. പോപ്കോൺ തന്നെ അല്ലേ? അത്യാവശ്യം കുറച്ച് ടൈമിംഗ് നമുക്ക് അങ്ങനെ ചെറിയ സ്റ്റാർ പോലെ ഇത്രയാണ് നമുക്കിപ്പം പെൻസിൽ ടൈപ്പിലുള്ളത്. ഗോൾഡൻ കളറുള്ള പെൻസിലാ? ഇത് ക്രാക്ലിംഗ് ടൈപ്പ് ഗോൾഡൻ കളർ പെൻസിലാണ്. ടൈമിങ് കൂടുതൽ. ഒരു ബോക്സിൽ 2 പീസാണോ? 2 പീസ് വരുന്ന വനിതാ ബ്രാൻഡിന്റെ തന്നെ അല്ലേ? ഏതാ സാധനം വരുന്നത്? വാട്ടർ ക്വീൻ. ഇത് ഈ കൊല്ലത്തെ വെറൈറ്റിയാ. ഇത് വാട്ടർ മറ്റേ കല്യാണത്തിന് കത്തി കൈ കൊള്ളാത്ത ടൈപ്പ്. ഈവനിങ്ങിലെ തീയിൽ കൈ കാണിച്ചു കഴിഞ്ഞാലും പൊള്ളൂല അല്ലേ? വാട്ടർ ക്വീൻ ടൈപ്പ്. ഇത് 4 പീസാ വരുന്നത്. ഒരു ബോക്സിൽ 4 പീസാ വരുന്നത് അല്ലേ? നമ്മളെ ചക്കർ സെക്ഷനിൽ ചെറുത് മുതലുള്ളത് നമുക്ക് നോക്കാം. ഇത് ശ്രീശക്തി ബ്രാൻഡിന്റെ ചെറിയ ചക്കർ അല്ലേ? 10 പീസ് ആയിരിക്കില്ല വരുന്നത്? 10 പീസ്. അത്യാവശ്യം കുറച്ച് ഇത്രയും വലിപ്പമുള്ള അല്ലേ? കുറച്ച് ടൈമിങ് കിട്ടുന്ന സ്മോൾ. ഓക്കെ. പിന്നെ ഏതാ വരുന്നത്? പിന്നെ സെഞ്ചുറിന്റെ വരുന്നുണ്ട്. സെഞ്ചുറിന്റെ ഇതേപോലെ തന്നെ സ്മോൾ വരുന്നുണ്ടല്ലേ? 10 പീസിന്റെ ഈ സൈസ് ഉണ്ടാവും. ഈ സൈസിലുള്ളതായിരുന്നു. പിന്നെ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് വരുന്നത് ഏതൊക്കെയാന്ന് നോക്കിയാലോ? മുകളിലേക്ക് വരുന്നതാ ചക്രം. ശ്രീശക്തിന്റെ തന്നെയാ വരുന്നത് അല്ലേ? 10 പീസ്. അത് ബിഗ് ഡീലക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഗ്രൗണ്ട് ചക്കർ ബിഗ് ഡീലക്സ് ഇതിൽ വരുന്നുണ്ട് അല്ലേ? പ്ലാസ്റ്റിക്കിന്റെ ആയിരിക്കും ഇതിന്റെ ബേസ് ഉണ്ടാവും അല്ലെ കറങ്ങുന്ന. ഇതും അതുപോലെ തന്നെ ഗ്രൗണ്ട് ചക്കർ ഡീലക്സ് ബിഗ് നോർമൽ വരുന്നുണ്ട് അല്ലേ? കണ്ടിന്യൂസ് ആയിട്ട് തിരിച്ച് ഫ്ലിപ്പ് അടിച്ച് കറങ്ങിക്കോളും. ഇത് മീനേന്റെ കളർ ചക്രം ഗ്രീൻ കളറിലത്. ഇത് കത്തുമ്പോ പച്ച കളറിലല്ലേ? 10 പീസിന്റെ അല്ലേ? ഇപ്രാവശ്യത്തെ സ്പെഷ്യൽ ആയിട്ട് ഇറക്കിയ സാധനം മീനാന്റെ. ഇത് എലിഫന്റ് ബ്രാൻഡിന്റെ ചക്രം. എലിഫന്റിന്റെ അല്ലേ? 10 പീസിന്റെ തന്നെ. 10 പീസ് തന്നെ. ഇത് ബോക്സ് പൊളിച്ചതാണോ അല്ലെങ്കിൽ? ഓക്കെ. ഈ സൈസ് അല്ലേ? കുറച്ച് ടൈമിംഗ് കൂടിയ ഐറ്റം. ഇത് നമ്മുടെ ഗ്രൗണ്ട് ചക്കർ അശോക അല്ലേ? 10 പീസ് തന്നെ വരുന്ന അരസൻ ബ്രാൻഡ്. വനിതാ ബ്രാൻഡ് തന്നെ വരുന്ന ഫ്ലവർ പോട്ട് അല്ലേ? 10 പീസ് വരുന്ന. 10 പീസ്. ഇത് മൾട്ടി കളർ ആയിരിക്കും. കളർ കോട്ടി പോലെ ഓരോന്നിനും ഓരോ കളർ ആയിരിക്കും. അല്ലല്ല, മിക്സ്ഡ് ആയിരിക്കും കളർ. ഒന്നിൽ തന്നെ രണ്ടിൽ കൂടുതൽ കളർ ഉണ്ട്. കളർ മിക്സ് ആയിട്ട് വരുന്ന ഐറ്റം അല്ലേ? മിക്സ് ആയിട്ട് അയ്യന്റെ കളർ കോട്ടി കളർ കോട്ടി പോലെ തന്നെ ഇത്രയും വലിപ്പം വരുന്നുണ്ടല്ലോ ഒരു പീസ്. ടൈമിങ്ങും ഫംഗ്ഷനും കൊടുക്കും. അതിന് വനിതയാകുമ്പോൾ എന്തായാലും അതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവുമല്ലോ. ഇത് കൊള്ളാം. ഈ ഗത എന്താ സംഭവം? ഇത് പുതിയായിട്ട് ഇറക്കിയ സാധനം. ഇതിന്റെ അകത്ത് ഇവിടെ കത്തിച്ചത് മൾട്ടി കളർ. നമ്മളെ മറ്റേ ബാറ്റും ബോളൊക്കെ പോലുള്ള ഐറ്റം അല്ലേ? ഇത് ഷവർ പോലെ എന്ത് കളറിലാണ്? ഇത് മിക്സ്ഡ് കളറിലാണ് വരിക. മിക്സ്ഡ് എല്ലാ കളറും ഉണ്ടാവില്ല. പക്ഷെ കുറച്ച് ലെങ്ത് ഉണ്ടാവും. അത്യാവശ്യം നമ്മൾ കത്തിച്ചിട്ട് ഇങ്ങനെ ലോങ് ദൂരത്തേക്ക് പിടിച്ചു കഴിഞ്ഞാല് കുറച്ച് ലെങ്ത് ഉണ്ട്. ഇത് കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് കളിക്കാനും എടുക്കാം അല്ലെ? സാധനം ഗതാ സംഭവം. ഇതിന്റെ ബാറ്റും ബോളില്ല, അത് കാണാൻ പറ്റും നമുക്ക്. ബാറ്റിന്റെ ഫംഗ്ഷൻ ക്രാക്ലിംഗ് ആ വരുന്നത്. അറ്റത്ത് കത്തിച്ച് കഴിഞ്ഞാൽ ക്രാക്ലിംഗ്. ബോൾ നമുക്ക് നിലത്ത് തന്നെ വെച്ചിട്ട് കത്തിക്കണായിട്ട് അല്ലേ? അത് അതിന് സ്മോക്ക് വരും. സ്മോക്ക് ആവില്ല അല്ലെ ബോളില്? മറ്റേ ക്രാക്ലിംഗ് ഒന്നും ഉണ്ടാവില്ല. സ്മോക്ക് മാത്രം. ബാറ്റിൽ മാത്രം ക്രാക്ലിംഗ്. ബാറ്റിൽ ക്രാക്ലിംഗ്. ഇത് കുറച്ച് ടൈമിംഗ് ഉണ്ട് ബാറ്റിന്റെ. നല്ല ഐറ്റാട്ടോ അത്. ഗദയും ബാറ്റും. ലക്ഷ്മി സെക്ഷൻ അല്ലേ? സെഞ്ചുറിന്റെ കുരുവി. എത്ര വരുന്നത് ഇതില് ബണ്ടില്? 100 സംതിങ്. 4 ഇഞ്ച് ഐറ്റം അല്ലേ? മീനാസ് ബ്രാൻഡിന്റെ ഗണപതിന്റെ അല്ലേ? എന്താ ഇതിന്റെ പ്രത്യേകത? ഫ്യൂസ് വ്യത്യാസമുണ്ട്.
അതെ, വെള്ള ഫ്യൂസ് വെള്ള ഫ്യൂസ് നമ്മളെ സാധനം ഇത് വെള്ളം തന്നെ ഇലക്ട്രിക് ഫ്യൂസ് പോലത്തെ ഫ്യൂസാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഗോൾഡൻ ലക്ഷ്മി എന്ന് പറയുന്ന പോലെ തന്നെ ഗോൾഡൻ ലയൺ. ഗോൾഡൻ ലയൺ അല്ലേ, ഡീലക്സ്. അത്യാവശ്യം നല്ല പെർഫോമൻസ്. ഹിമാലയൻ ബ്രാൻഡ്, അത്യാവശ്യം നല്ല പെർഫോമൻസാണ്. ശബ്ദം അടിപൊളിയായിരിക്കും അല്ലേ. 3.5 ഇഞ്ചിന്റെ ലക്ഷ്മി കേട്ടോ. റേറ്റ് MRP നോക്കണ്ട, റേറ്റ് എന്തായാലും വ്യത്യാസം ഉണ്ടാവും. സാധാരണ ലക്ഷ്മി 10 എണ്ണത്തിന്റെ ബണ്ടിലാണ് വരുന്നത്. പെർഫോമൻസ് കൂടുതൽ, നല്ല ശബ്ദം ഉണ്ട് അല്ലേ. സെഞ്ചുറി ബ്രാൻഡ് ആട്ടോ അത്. സെഞ്ചുറി ബ്രാൻഡ് ഇപ്പോൾ റീസെൻ്റ്ലി ക്ലോസ് ആയി, അതിൻ്റെ ഓണർ മരിച്ചതിനെ കൊണ്ട്. ഇത് നമ്മളെ ഹൈഡ്രോ ബോംബ് കേട്ടോ. ഫംഗ്ഷൻ ചെറുതാണെങ്കിലും അത്യാവശ്യം നല്ല ശബ്ദമുള്ള സൈസ് അല്ലേ. ഇത് ചെറിയ ഹൈഡ്രോ ബോംബ് അല്ലേ, പണ്ടത്തെ മിനി ഹൈഡ്രോ. 10 പീസ് വരുന്ന ബോക്സ് അല്ലേ. ഇത് നമ്മുടെ ബോംബില് ചെറുതല്ലേ, ജഗ്മഗ്. 10 പീസ് വരുന്ന റെഡ്, അതാണ് അതിന്റെ കവർ വരുന്നത്. വേറെ ഏതൊക്കെയാ ഉള്ളത് നമുക്ക്? ശശിയുടെ ഡീലക്സ് ബോംബാ. നമ്മളെ ശശിയേട്ടന്റെ പേരുള്ള ബോംബുണ്ട് അല്ലേ. ഇതാണ് കേട്ടോ ശശി. നമുക്ക് ഇവിടെ ഒരു ശശിയേട്ടനുണ്ട്. ശശിയേട്ടൻ അതാ നമ്മൾ പറഞ്ഞ് ചിരിച്ചത്. ഡിജിറ്റൽ ബോംബ്. കാള കഴിഞ്ഞ പ്രാവശ്യം സാധനം. ഡിജിറ്റൽ ബോംബ് ഉണ്ട് നമുക്ക് ഇവിടെ. ഇതാണ് ഡിജിറ്റൽ ബോംബിന്റെ സൈസ് വരുന്നത്, 10 പീസ്. പിന്നെ ഇതിന്റെ വലിയൊരു ഐറ്റം ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, കിങ് റൈഡർ അല്ലേ. നമ്മളെ റോക്കിന്റെ ചിത്രമാണല്ലോ. അമ്പ ഹെവി സൈസ്. ഇതാണ് നമ്മുടെ കിങ് റൈഡറിന്റെ സൈസ് വരുന്നത്. ഡിജിറ്റൽ ബോംബ്. ഇതും കുറച്ചും കൂടി സൗണ്ട് വരുന്ന ടൈപ്പാണ്. ഡിജിറ്റൽ ബോംബിന്റെ തന്നെ വേറെ കാറ്റഗറി. അതിനെക്കാട്ടും കുറച്ചും സൗണ്ട് കൂടും. അതിലും കൂടുതൽ. മറ്റേ കിങ് റൈഡറിന്റെ കുറച്ച് താഴെ രണ്ട് മീഡിയം ആയിട്ട് വരുന്നല്ലേ. ജഗ്മഗിന്റെ തൊട്ട് വലുതല്ല, അതിന്റെ പേരെന്തായിരുന്നു? അഗ്നി ബോംബ് അല്ലേ. ഓക്കെ, അത്യാവശ്യം ജഗ്മഗിന്റെ കാട്ടും സൗണ്ട് ഉണ്ട് അല്ലേ. എക്സലുള്ള തന്നെ ടോപ്പ് പവർ എന്ന് പറയുന്ന ഐറ്റം ആണ്. നമുക്ക് ഏതാണിത് വരുന്നത്? ബ്രാൻഡ് ഇല്ല, നോ ബ്രാൻഡ്. പക്ഷെ സാധനം ഹെവി സാധനം കേട്ടോ. നല്ല പശയിൽ മുക്കിയെടുത്തിട്ടുള്ള ടൈറ്റ് പാക്കിങ്ങിലുള്ള ഡിജിറ്റൽ ബോംബിൻ്റെ ഒരു വലിയ വേർഷനാണ്. ഡിജിറ്റൽ ബോംബിന് ചെറിയ നിന്ന് കുറച്ച് വലിയൊരു വേർഷൻ അല്ലേ. നല്ല സൗണ്ട് നല്ല സൗണ്ട് ഫംഗ്ഷൻ ഉള്ള താഴെ വരും. അതിന്റെ താഴത്ത് വരുന്ന. ഓക്കെ, ഇതിന്റെ തന്നെ നമ്മൾ 5 എണ്ണം വരുന്ന സ്ലൈഡ് ഷോട്ട് അല്ലേ. 1 2 3 5 പീസ് കളറ്, 5 കളറിന്റെ ഫംഗ്ഷൻ വരുന്നുണ്ട് അല്ലേ. ഇത് നമുക്ക് മറ്റേ ഈ ചെറിയ ചിക്ക് പൊട്ട് അങ്ങനത്തെ ഐറ്റം അല്ലേ. ഓക്കെ, ഇത് എത്ര? 5 ബോക്സിന്റെ പെട്ടിയായിരുന്നു. 10 ബോക്സിന്റെ ബണ്ടിലായിട്ടാണ് വരുന്നത് അല്ലേ. ഓക്കെ, 1 10 എണ്ണം വെച്ചിട്ടല്ലേ. വേറെ ഏതൊക്കെയാ? ഇതേ ടൈപ്പിലുള്ള നമുക്ക് ഏതൊക്കെയാ ചിക്ക് പൊട്ട് വരുന്നത്? അതിന്റെ കുറച്ച് വലിയ വെർഷൻ ആണോ അതോ കുറച്ച് സൈസ് വ്യത്യാസം ഉണ്ടാവും? ഇപ്പൊ ഉള്ളതിലുള്ള ഏറ്റവും ടൈമിംഗ് കൂടി അല്ലേ. ഏതാണ് വരുന്നത്? ബ്രാൻഡ് ഏതാ വരുന്നത്? രാജ് റിച്ച് ഫ്ലവർ ഷോ എന്ന് പറയുന്നത് അല്ലേ. ചിക്ക് പൊട്ടിന്റെ കുറച്ച് വലിയ ഐറ്റം. ഫ്രണ്ട്സ് അത്യാവശ്യം നല്ല ബ്രാൻഡാണ്. പിംപോ എന്ന് പറഞ്ഞിട്ടുള്ളതും വരുന്നുണ്ട്. എത്ര? 10 ബോക്സ് തന്നെയാണ് വരുന്നത്. 5 ബോക്സ് അല്ലേ. 10 പീസ് വെച്ച് വരുന്നുണ്ട്. ഓക്കെ, കളക്ഷൻ അല്ലേ. അതിൽ ഏതാണ് ഏറ്റവും ചെറുത്? ഏതാ വരുന്നത് നമുക്ക്? രാജ് ബ്രാൻഡിന്റെ റോക്കറ്റ് ബോംബ് ഏറ്റവും ചെറുത് ഇതാണ് വരുന്നത്. രാജ് ബ്രാൻഡിന്റെ. ഇതെങ്ങനെ പോയിട്ട് പൊട്ടും? ഇത് മേലെ പോയിട്ട് ബോംബ് ഒരു ഒറ്റപ്പടക്കം പൊട്ടുന്ന ഒരു എഫക്റ്റ് ആണ് ഇതിലുണ്ടാവുക. ഓക്കെ, അടുത്തത് ഏതാ വരുന്നത്? സെഞ്ചുറി ബ്രാൻഡിന്റെ. നമ്മൾ പറഞ്ഞപ്പോഴത്തെ സെഞ്ചുറിന്റെ തന്നെ അല്ലേ. അത്യാവശ്യം നല്ല ഹൈറ്റിൽ പോകും. ചെറുതാണെങ്കിൽ കുറച്ച് ഹൈറ്റിൽ പോകും അല്ലേ. പൊട്ടുന്ന തന്നെ അല്ലേ. സെയിം ഫംഗ്ഷൻ തന്നെ വരുന്നത് അല്ലേ. ഇത് റോക്കറ്റ് ബോംബ് കാറ്റഗറിയിൽ വരുന്ന. ഇത് ഇതിന്റെ തന്നെ രാജു ഖന്ന അതന്നെ. റോക്കറ്റ് ബോംബ് എന്താ ഇത്? കളറിലാണോ അല്ലെങ്കിൽ സാധാ തന്നെ അല്ലേ? ഓക്കെ, സൗണ്ടും കൂടും. 2 എണ്ണം പൊട്ടുമോ? 2 എണ്ണം. കളറാ? കളറ്. ഓക്കെ, 2 സൗണ്ട്. കളറിന് ഇതല്ല വിസിബിൾ അല്ലാതെ ചെറിയൊരു. ഓക്കെ, ഇത് വിസിലിംഗ് റോക്കറ്റ്. അല്ലേ. സുപ്രീം ബ്രാൻഡിന്റെ
സുപ്രീം ബ്രാൻഡിന്റെ ഉണ്ടോ? ലൂക്ക റോക്കറ്റ്. ഇത് പൊട്ടാത്ത ആ പൊട്ടാതെ നേരെ മുകളിലോട്ട് പോകും. മേലേക്ക് പോകുന്നു. ഓക്കെ. കളർ പിന്നെ റോക്കറ്റ്. മൾട്ടി കളർ റോക്കറ്റ്. മൾട്ടി സ്റ്റാർ എന്ന് പറഞ്ഞ റോക്കറ്റ് അല്ലേ? ഇത് അത്യാവശ്യം നല്ല വലുതുമാണ്. ഫംഗ്ഷൻ ഉണ്ടല്ലേ? കളർ പൊട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. കളർ ആയിട്ടാണ് വരുന്നല്ലേ? ഇനി സ്റ്റോക്ക് വരാനുണ്ട്. അയ്യന്റെ റോക്കറ്റ് വരാനുണ്ട് അല്ലേ? ഇവിടെ ഉണ്ടോ? ഓക്കെ, ആ വരുന്നുണ്ട് അയ്യന്റെ. ഓക്കെ, ഇതാണ് നമ്മുടെ അയ്യന്റെ വരുന്ന സൗണ്ട് മിസൈൽ റോക്കറ്റ് ബോംബ് തന്നെ അല്ലേ പൊട്ടുന്ന. ഈ സുപ്രീം ബ്രാൻഡ് ഏറ്റവും ഹൈറ്റ് നമുക്ക് റീച്ച് ചെയ്യുന്ന ഒരു ഹൈറ്റാണ് ഈ മൾട്ടി സ്റ്റാർ പറയുന്ന സുപ്രീമിൻ്റെ ഈ റോക്കറ്റ്. പിന്നെ അതുപോലെ തന്നെ ലൂണിക്ക് ഒരുവിധം എല്ലാ ടൈപ്പ് റോക്കറ്റും നമുക്ക് ഈ കടയിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇത് ഇനി റെഡ് ബിജിലിന്റെ സെക്ഷനാണ് നമുക്കല്ലേ? ഇത് വനിതേൻ്റെ അല്ലേ? വനിതേൻ്റെ ബിജിലി. ഇത് എത്ര എണ്ണം വരുന്ന ഒന്നില്? അതിൻ്റെ അകത്ത് 100 പീസ്. വനിത ഉണ്ട് നമുക്ക്, അതുപോലെ PPK ഉണ്ട്. ഇതപ്പോൾ സ്ട്രോങ്ങസ്റ്റ്. ഇതാണ് ഇപ്പോൾ ഉള്ളതിൽ നല്ല ശബ്ദത്തിൽ പൊട്ടുന്ന PPK ആണ് അല്ലേ? വനിതേനെക്കാട്ടും ടോപ്പാന്ന് പറയുന്നത്. ഇതെങ്ങനെയാ? കാർഡ്ബോർഡ് ടൈപ്പ് ആയിരുന്നു. ഓ, ഇത് ഇതുപോലെ പേപ്പർ അല്ല, കാർഡ്ബോർഡിന്റെ തന്നെ ഔട്ടിംഗ് അല്ല. അത് അതിന്റെ ടെസ്റ്റ് എന്തായാലും നോക്കേണ്ടി വരും. ഇത് പത്മപ്രിയന്റെ അല്ലേ? 100 പീസ്. രാജ് പിന്നെ നമുക്ക് ബണ്ടിലായിട്ട് തന്നെയാണ് ഉള്ളത്. ഇത് രാജിന്റെ എന്തായാലും നമുക്ക് മസ്റ്റ് ആയിട്ടുള്ളതാണ്. അത് അനാക്കോണ്ട ബ്ലാക്ക് സർപ്പൻറ്റ് പാൻഡിയൻ ബ്രാൻഡിൻ്റെയാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചിട്ടുള്ള നിതീഷ് ഖന്നയുടെ ബ്ലാക്ക് സർപ്പൻറ്റ് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടുണ്ട്. നമ്മൾ വീഡിയോയിൽ ചെക്ക് ചെയ്താൽ കാണാം. അതിൻ്റെ ഫുൾ പാക്കറ്റ് 10 എണ്ണത്തിൻ്റെ വലിയ ബോക്സാണ് അത്. സ്കൈ ഷോട്ടാണ്, പച്ച കളർ കേട്ടോ. 10 പീസാണ് വരുന്നത്. ബ്രാൻഡ് വന്ന് മീന ഫയർ വർക്സിൻ്റെ. ഇത് പച്ചയും ഉണ്ട്, അതുപോലെ തന്നെ ഓറഞ്ചും അവൈലബിൾ. അതാ 10 എണ്ണത്തിൻ്റെ ബണ്ടിലാട്ടോ വരുന്നത്. ഇത് നമ്മുടെ എക്കോ സൗണ്ട് അല്ലേ? ഇതാ ബ്രാൻഡ് ഉണ്ടോ? അതില്ല സാധനം കേട്ടോ. കുഴിമിനിന്നൊക്കെ പറയും. എക്കോ ഇതിൻ്റെ ഷെല്ലാ. 4 ഇഞ്ച് ഉണ്ടാവില്ല. ഗണ്ണൗട്ട് 3.5. അതാ കയറ് തന്നെ അല്ലേ? നീളത്തിലുള്ള ടൈപ്പ്. 100 പീസ് ഉണ്ടാവും ഒരു ബോക്സിൽ. 100 പീസ് അല്ലേ? കയറൊക്കെ എത്രയിലാണ് സ്റ്റാർട്ട് ചെയ്യണത്? 20 റുപ്യ മുതൽ മുകളിലേക്ക് 100 റുപ്യ വരെ ഉള്ളതുണ്ട്. 20 ടു മുകളിലോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യില്ല. ഇത് നമുക്ക് കാർപോർട്ട് ചക്രൊക്കെ കത്തിക്കാൻ. ശരിയാ, ദൂരത്തുനിന്ന് കത്തിച്ചാൽ മതി, പെട്ടെന്ന് പൈസയില്ലേ വരുള്ളൂ. മനസ്സിലായി. കൈ നമുക്ക് കണ്ടാന്നല്ല. ബണ്ടിലെടുത്ത് കഴിഞ്ഞാൽ കുറെ സാധനം കിട്ടും. ഇതാ പച്ച കളറാകുന്നു അല്ലേ? പാക്കിങ് മാത്രമല്ല, പിന്നെ ഇത് ചെറുത്. ഓക്കെ. വിഷുവിന് ഇതേപോലെ തന്നെ ഏറ്റവും കുട്ടികൾക്ക് സേഫായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമ്മളെ മത്താപ്പ്. അതിൽ പണ്ടത്തെ തീപ്പെട്ടി മുതൽ മുകളിലേക്ക് തീപ്പെട്ടി ഐറ്റം ഉണ്ട് അല്ലേ? തീപ്പെട്ടി ഐറ്റം, സാധാ തീപ്പെട്ടി. ഇതേ നമ്മൾ തീപ്പെട്ടി കൂടെ തന്നെ കണ്ടു കഴിഞ്ഞാൽ തീപ്പെട്ടി കൂടെ തന്നെ, പക്ഷെ അതിൽ കളർ വരുന്ന 10 പീസ് വരുന്ന സാധനമാണ്. ഓക്കെ. കൂടാതെ അതിന്റെ മുകളിലുള്ള ഒരു മാക്സ് പറഞ്ഞ മോഡല് റോബിൻ രമേഷ് കമ്പനീന്റെ പല കമ്പനി ഇറക്കുന്നുണ്ടെങ്കിൽ കൂടി കുറച്ചുകൂടി ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നത് രമേശാണ്. ഇത് റോബിന്റെ വേറൊരു വെറൈറ്റി ഐറ്റം 7up പറഞ്ഞിട്ട് 7 കളേഴ്സ് ഉണ്ടാവും. ഇത് 10 കളേഴ്സ് വരുന്നത്. അങ്ങനെ വ്യത്യസ്തമായുള്ള പല കമ്പനീൻ്റെ ഉണ്ടെങ്കിൽ കൂടി ഇവരാണ് കുറച്ചുകൂടി മത്താപ്പിൽ പോപ്പുലറായി നിൽക്കുന്നത്. നമുക്കിത് സ്റ്റാർട്ടിങ് എത്ര മുതലാണ് റേഞ്ച് വരുന്നത്? ഇതിന് 10 റുപ്യ 10 റുപ്യ മുതൽ മുകളിലേക്കാണ് സ്റ്റാർട്ടിങ്. 10 റുപ്യ മുതൽ മുകളിലോട്ടാണ്. സൈസിനനുസരിച്ച് മാറും അല്ലേ? അതെ, ഇത് മുതലാണ് മുകളിലേക്ക് വരുന്നത്. ഈ തീപ്പെട്ടി മുതലാണ് വരുന്നത്. പൊതുവെ വിഷുവിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫാമിലി സെലക്ട് ചെയ്യുന്നത്, ഇപ്പോൾ സ്ത്രീകൾക്കായാലും ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് ഇങ്ങനത്തെ മുകളിൽ പോയി പൊട്ടുന്ന കണ്ടിന്യൂസ് ആയിട്ട് പൊട്ടുന്ന സ്കൈ ഷോട്ട്സ് ആണ്. അത് ഏകദേശം 12 ഷോട്ട് മുതൽ സ്റ്റാർട്ട് ആവുന്നുണ്ട്. പക്ഷേ 15 ഷോട്ട് മുതലാണ് മൾട്ടി കളേഴ്സിൽ വെറൈറ്റി ആയിട്ട് പൊട്ടി വിരിയുന്ന ടൈപ്പ് വരുന്നത്. അതിലാണ് ഈ ഐറ്റംസ് 15, 30, 120, 60. ഇതൊക്കെ ഇത് 240. ഇതിൻ്റെ വലുത് 500 ഷോട്ട് ഉണ്ട് വരുന്നതില്ല. അങ്ങനെ പല മോഡൽസും പല കളേഴ്സ്, ക്രാക്ലിങ്. ചില കമ്പനീൻ്റെ ക്രാക്ലിങ് ഉണ്ടാവും, ചില കമ്പനീൻ്റെ മൾട്ടി കളേഴ്സ് മാത്രമായിരിക്കും. അങ്ങനെ വ്യത്യസ്തമായിട്ട് വരുന്ന കുറേ മോഡൽസ് ഉണ്ട്. 12 ഷോട്ടിലും മൾട്ടി കളർ വരുന്നുണ്ട് ചില കമ്പനീൻ്റെ. ഏകദേശം എനിക്ക് 100-150 റുപ്യ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. ഏകദേശം 5000-6000 റുപ്യ വരെയുള്ള ഷോർട്സ് വരുന്നുണ്ട്. നമുക്ക് ഏതൊക്കെ ബ്രാൻഡാണ് വരുന്നത് ഇതിൽ? ഫ്രണ്ട്സ്, ബാലാജി, അയ്യൻസ് ഉണ്ട്, ഫോക്കസ് ഉണ്ട്, സുപ്രീം, മെർക്കുറി. ബാലാജിയുടെ ആണ് നമുക്ക് ഈ 240. അതെ, ഈ 240 ഇപ്പോൾ ഉള്ളത് ബാലാജിൻ്റെ ആണ്.
നമ്മളധികം അമ്പലത്തിൽ ഉത്സവത്തിന് അതെ അമ്പലത്തെ ഉത്സവത്തിനൊക്കെ അധികവും ഇങ്ങനത്തെ ഐറ്റംസ് ആണ് കൂടുതൽ പോകുന്നത്. അത്യാവശ്യം വീട്ടിലിപ്പം വിഷുവിനൊക്കെ കൊണ്ടുപോകുന്നുണ്ട് എല്ലാവരും. സ്റ്റാർട്ടിങ് നമുക്ക് കളർ ഇപ്പം 15 ഷോട്ട് ഫ്രണ്ട്സിന്റെ ആണ് വരുന്നത് അല്ലേ? ഫ്രണ്ട്സ് 15 ഇപ്പം ലെവലുള്ള ഫ്രണ്ട്സ് ആണ്. പല കമ്പനിയും വരുന്നുണ്ട്. ബാലാജിന്റെ 15 ഷോട്ട് ഉണ്ട്, ഫോക്കസിന്റെ ഉണ്ട്, പല കമ്പനീന്റെയും വരുന്നുണ്ട്. നമുക്ക് വരുന്നുണ്ടോ? അപ്പം നമ്മള് കാണിച്ചത് ഈ ഒരു കമ്പനീന്റെ മാത്രമാണ്. പൊതുവെ ഫംഗ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന കല്യാണ പരിപാടി, അങ്ങനെ പാർട്ടി പരിപാടിയൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഹാൻഡ് ഫയറോ. തീ ഇല്ലാതെ കത്തിക്കുക. ഇത് ബാറ്ററിന്റെ മുകളിലാണ്, 2 ബാറ്ററി ഉണ്ടാവും, AA ബാറ്ററി, സ്വിച്ച് അടക്കമുള്ള ഒരു ഗണ്ണ് മോഡലാണ്. ഇതിലിടേണ്ട കാറ്ററിഡ്സ് ഇതാണ്. ഇത് ഫ്ലവർ പോലെ മേശപ്പ് പോലെ കത്തുന്ന ഒരു ഐറ്റം. സ്റ്റേജ് പരിപാടിക്കൊക്കെ പൊതുവെ ഇൻഡോറും ഔട്ട്ഡോറും യൂസ് ചെയ്യാൻ പറ്റുന്നതും സ്മെല്ലില്ലാത്തതും ഫോഗ് ഇല്ലാത്തൊക്കെ ഒരു ഐറ്റാണിത്. അതേപോലെ സ്മോക്ക് ഗ്ലിറ്ററിംഗ് ടൈപ്പ്. ഇത് സ്മോക്ക് മാത്രമുള്ള ഒരു ഐറ്റാണ്. ഇതിൽ വെറൈറ്റി ഒരു ബോക്സിൽ തന്നെ 5 കളേഴ്സ്. അതിപ്പോ ഏറ്റവും കൂടുതൽ ഇപ്പം എൻക്വയറി ഉള്ള ഒരു ഐറ്റാണ്. ഫംഗ്ഷൻ ഒക്കെ പോകുന്ന ഒരു ഐറ്റാണ്. അതെ അതെ അതെ. ഫംഗ്ഷൻസ്, കോളേജ് ഫംഗ്ഷൻസ്, സെലിബ്രേഷൻസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റാണ്. അതെ അതെ അതെ. ഇതെന്താ വരുന്നത്? ഇത് ഹാൻഡ് ഫയറോ. ഇത് ഇപ്പൊ 2 വധുവരന്മാര് പോകുന്ന സമയത്ത് 2 ഭാഗത്തും ഒരു വെൽക്കം കൊടുക്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 സൈഡിൽ നിന്ന് പിടിച്ചിട്ട് ബട്ടൺ അടക്കമുള്ളതുണ്ട്. ഇത് ബട്ടൺ ഇല്ലാത്ത ഐറ്റംസ് തിരി കൊടുത്തിട്ടുള്ളതുണ്ട്. ഇത് ബാറ്ററിയാണ്, ഇവിടെയാണ് ബാറ്ററി. ബാറ്ററി ഇല്ലാത്ത ഐറ്റംസും വരുന്നുണ്ട്. എല്ലാം സേഫ് ആയിട്ടുള്ള ഐറ്റം. ഞങ്ങളുടെ സ്ഥാപനം കോഴിക്കോട് ജില്ലയിലെ വെല്യങ്ങാടി അരിമാർക്കറ്റിന്റെ ഉള്ളിലായിട്ടാണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത്. ഇതിന്റെ അടുത്ത് തന്നെയാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനും ബീച്ചൊക്കെ. അപ്പോൾ എളുപ്പത്തിൽ എത്തിച്ചേരാനും എല്ലാവർക്കും പാർക്ക് ചെയ്ത് വാങ്ങാനും ഒക്കെ സൗകര്യം ഇവിടെ ഉണ്ട്. ഇതൊക്കെ നമുക്കിപ്പോൾ ഈ സീസൺ ആയതിനെ കൊണ്ട് വല്ല ഓഫറും അങ്ങനെ വല്ല ഡിസ്കൗണ്ടും കൊടുക്കുന്നുണ്ടോ? നമ്മളങ്ങനെ സീസൺ ബേസ്ഡ് ഒരു ഓഫർ കാര്യങ്ങളൊന്നുമില്ല. മറ്റുള്ള കമ്പനീസൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്യാറില്ല. കാരണം ഒന്നാമത് ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ 150 വർഷമായിട്ട് ഈ സ്ഥാപനം നടത്തുന്നുണ്ട്. അപ്പം അന്ന് മുതലുള്ള കസ്റ്റമേഴ്സും തലമുറകളായിട്ട് അച്ഛനമ്മ മക്കളായിട്ട് വരുന്ന ആളുകളൊക്കെ ഈ സ്ഥാപനത്തിൻ്റെ കസ്റ്റമേഴ്സായി വരുന്ന ആളുകളാണ്. അവർക്കൊക്കെ ഫീലിംഗ് എന്താ വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്ന സ്ഥാപനം, മിതമായ വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന സ്ഥാപനം. ഇതാണ് ഞങ്ങളെ ക്വാളിറ്റി, ഇനി ഞങ്ങളുടെ ഡിസ്കൗണ്ട്. കാരണം അത്രയും റേറ്റ് നോക്കി കണ്ട വെച്ചിട്ടേ ഞങ്ങൾ കൊടുക്കുന്നുള്ളൂ. ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കൊടുക്കണമുള്ളൊരു നിർബന്ധവും ഞങ്ങൾക്കുണ്ട്. അതുതന്നെയാണ് ഞങ്ങളെ കസ്റ്റമേഴ്സിനുള്ള ഗിഫ്റ്റ്. പക്ഷെ റംസാൻ, വിഷു ഒക്കെ ഒരുമിച്ച് വന്ന ഈ വേളയിൽ ശരിക്കും പല കുടുംബത്തിനും, ചെറിയ കുടുംബത്തിന് വാങ്ങാൻ പറ്റുന്ന വില ഉള്ളത് മുതൽ വലിയ ഐറ്റം വരെ ഞങ്ങൾ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് ഇവിടെ.